ഹായ്, എല്ലാവർക്കും മലമ്പ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു തായ്ലൻഡ് ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു സവാരി എന്ന ടൂർ കമ്പനിയുടെ കൂടെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം ട്രെയിനിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് എത്തിയ കാഴ്ചയിലൂടെയാണ് എൻ്റെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കൊച്ചിൻ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിലെത്തിയിട്ട് ഏകദേശം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 47 പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ തായ് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കൂടെ എന്നല്ല, അതേ സെയിം ഫ്ലൈറ്റിൽ തന്നെ തൃശ്ശൂർ കൊച്ചിയിൽ നിന്ന് വന്ന കൊല്ലത്ത് നിന്ന് വന്ന ആളുകളും ഉണ്ടായിരുന്നു തായ്ലൻഡിലേക്ക് തന്നെ. അങ്ങനെ എല്ലാവരും അവനവൻ്റെ സീറ്റ് നോക്കിയിട്ട് എയർ ഹോസ്റ്റസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തായ് എയർ ഹോസ്റ്റസ് നല്ല ഭംഗിയുള്ള കുറച്ച് ലേഡീസുകളായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും അവനവൻ്റെ ബാഗൊക്കെ ക്യാബിനിലേക്ക് വെച്ചിട്ട് സീറ്റിലേക്ക് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ സീറ്റ് നമ്പർ ഞാനിങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് ആ സീറ്റിലൊക്കെ ഇരുന്നു. ഞങ്ങൾ സീറ്റിലിരുന്നു. പിന്നെ ഫ്ലൈറ്റ് മേലോട്ടേക്ക് പറന്നുയർന്നു. അപ്പോൾ ഇതാണ് കൊച്ചിൻ എയർപോർട്ടിൻ്റെ കാഴ്ചയാണ് താഴെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് മേലോട്ടേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പതുക്കെ നമ്മളെ ഫ്ലൈറ്റിലെ ജനൽ വഴി തന്നെ പറയാം എടുത്തു. അതിനുശേഷം അങ്ങനെ നമ്മൾ ബാങ്കോക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെയുള്ള ബസ്സിൽ, അതായത് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമല്ലോ. ബസ് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ബസ്. അങ്ങനെ എയർപോർട്ട് ബസ് കയറിയിട്ട് നമ്മൾ നേരെ ചെക്കിങ് ചെയ്യേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് ബാങ്കോക്കിലെ എയർപോർട്ടിൽ നമ്മളങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഏട്ടനുണ്ട് വരുന്നത്. ഞാൻ വീഡിയോ എടുക്കേണ്ടിയിട്ട് ഓൾറെഡി മുന്നിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പതുക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു ഫ്ലൈറ്റ് എത്താൻ. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ ബ്രഷൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെ എയർപോർട്ടിൽ നിന്ന് തന്നെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്ത് നമ്മളെയും കാത്ത് നമ്മളെ ടൂർ ബസ് നിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബാങ്കോക്കും പട്ടായ എല്ലാം നമ്മൾ തായ്ലൻഡിൽ കംപ്ലീറ്റ് കറങ്ങിയത് ഈ ഒരു സാരഥി നമ്മുടെ ബസ് ഇതായിരുന്നു. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിലായിരുന്നു യാത്ര. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത്. നല്ല രസമുണ്ട് യാത്ര ചെയ്യാൻ, കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏട്ടനും നമ്മുടെ ടൂറിൻ്റെ ഓപ്പറേറ്ററൊക്കെ കൂടിയിട്ട് ലഗേജൊക്കെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി. ഞാനും ഏട്ടനും താഴത്തെ റോലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ജയേട്ടൻ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ. അപ്പോൾ ഇനി എനിക്ക് പറയാലോ, ജയേട്ടൻ പേര് പോലെ തന്നെ ഒരു പഴയകാല സിനിമ ജയൻ്റെ ലുക്കിലായിരുന്ന ആളുടെ നടത്തമൊക്കെ ടൂറിലുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ പുറത്തെ കാഴ്ചകൾ ഒന്ന് എടുത്തിയായിരുന്നു. ഏട്ടനൊക്കെ ക്ഷീണിച്ചേട്ടാ, ഉറക്കൊഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചു. ഞാനൊരു ഹായ് ഒക്കെ എല്ലാവരോടും പറയുന്നുണ്ട് തിരിച്ചു പിടിച്ചിട്ട്. ഇതാണ് നമ്മുടെ ബാങ്കോക്കിലെ ടൂർ ഗൈഡ്, നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും നേരെ നമ്മൾ ഒന്ന് ഫ്രഷ് ആവേണ്ടിയിട്ട് ബാങ്കോക്കിൻ്റെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ തന്നെ വിജിയാണ് ഇതിൻ്റെ സവാരിയുടെ ഓണറും കൂടി. 2 പേർ വന്നിട്ടുണ്ടായിരുന്നു, ഷിബിലും വിജിയും. അങ്ങനെ നമ്മൾക്ക് കിട്ടിയ റൂം 17ാമത്തെ നിലയിലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലിഫ്റ്റിലൊക്കെ കയറുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൂടിയുള്ള ആളുകളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി. അതിനുശേഷം നമ്മൾ റൂമിൽ പെട്ടെന്ന് ബാഗൊക്കെ വെച്ച്, കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തുടങ്ങിയിട്ട് 10 മണി വരെ ഉണ്ട്. നമ്മളെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എത്താൻ തന്നെ 9:30-9:45. ഇവർ കറക്റ്റ് സമയം നമ്മൾ എത്തിയാലും ഇല്ലെങ്കിലും ഭക്ഷണം 10 മണി കഴിയുമ്പോൾ തിരിച്ച് അവർ കൊണ്ടുപോകും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. കോഫി, ചായ, ജ്യൂസ്, വരുന്ന തന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു, തായ് നൂഡിൽസ്, പിന്നെന്താ നമ്മുടെ കേക്കുകൾ, പിന്നെ നമ്മൾ മാവിന് പുഹ, പിന്നെ എന്തൊക്കെയോ നമ്മുടെ പാനിപൂരി ഉണ്ടായിരുന്നു. ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. തായ് ഫുഡാണെങ്കിൽ നിരവധി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും
നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഇഷ്ടമുള്ള റെയർ ആളുകൾ ഉണ്ടാകും, പക്ഷേ എന്നാലും ഫുഡൊക്കെ കൊള്ളായിരുന്നു. ചില തായ് ഫുഡുകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഐറ്റംസ്, മീറ്റ് ഐറ്റംസൊക്കെ ചിലതൊക്കെ ഹാഫ് കുക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾക്കത് കഴിക്കാൻ വലിയൊരു താല്പര്യപ്പെടില്ല. പിന്നെ നമ്മളെ ഒരു ഇതിൽ പ്രകാരം ഉപ്പൊക്കെ കുറവാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വെജിറ്റബിൾസ്, പിക്കിൾസ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കൻ്റെത് കണ്ട, ഇതൊക്കെ ചിക്കൻ ഐറ്റംസാണ്. പിന്നെ ഇതൊക്കെ ചിക്കൻ ഇട്ടിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റീം റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി നേരെ റൂമിലേക്ക് വന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ബാങ്കോക്കിലെ ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂം വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ബാങ്കോക്കിൽ നമ്മൾ താമസിച്ച ഹോട്ടലും കേട്ടോ. അപ്പോൾ ഇതാണ് ബാങ്കോക്കിലെ റൂം. ഞാൻ പിന്നെ ഒന്ന് കാണിക്കേണ്ടിയിട്ട് റൂമൊക്കെ എടുത്തിയാണ്. നല്ല റൂമായിരുന്നു. നമ്മൾ ഫസ്റ്റ് താമസിച്ച നല്ലൊരു റൂമായിരുന്നു ബാങ്കോക്കിലുണ്ടായിരുന്ന 17ാമത്തെ നിലയിൽ. അങ്ങനെ ഇതാണ് ഗോൾഡ് ഓർക്കിഡ് ഹോട്ടൽ, നമ്മൾ താമസിച്ച ബാങ്കോക്കിലെ ഹോട്ടൽ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ സ്ഥലം കാണാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ബസ്സിലേക്ക് തിരിച്ച് കയറാണ്. അങ്ങനെ എല്ലാവരും ബസ് കയറി. നമ്മൾ ഫസ്റ്റ് ബാങ്കോക്കിൽ പോയിട്ടുണ്ടായിരുന്ന ന്യൂനൂൺസ് ഗാർഡനിലായിരുന്നു, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏകദേശം 600 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. നമ്മൾ പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമ്മൾക്കൊരു കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഇടയ്ക്ക് മഴയുണ്ടാവും, പിന്നെ നല്ല വെയിലായിരിക്കും, അങ്ങനെയല്ലാണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ എൻട്രൻസിൽ അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ അന്നത്തെ എന്തൊക്കെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത് എന്നുള്ള ഓരോന്നും അവർ വലിയ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അവിടുത്തെ ഗാർഡൻസും അവിടെയുള്ള ഒരുപാട് വെറൈറ്റി ഓരോരോ ഷോകളൊക്കെ നടക്കും. 2 ഷോ ആണ് ഉണ്ടായത്, ന്യൂനൂങ് ഷോവും എലിഫൻറ്റ് ഷോ ആണ് അവിടെയുള്ള ഷോകൾ. ബാക്കിയൊക്കെ നമുക്ക് കാണണ്ട, ബട്ട് ഗാർഡനിൽ കാണണ്ട ഓരോരോ ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ ന്യൂനൂങ് ട്രോപ്പിക്കൽ ഗാർഡനിലേക്ക് ഫസ്റ്റ് വന്നു. ഗാർഡനിൽ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ കാറ്റക്സ് ആണ്. കാറ്റക്സിൻ്റെ ഒരു ലോകം തന്നെ എന്ന് പറയാം. വിവിധ തരത്തിലുള്ള കാറ്റക്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയ വണ്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് കാണാൻ. പിന്നെ എല്ലാവരും കയറിയപ്പം തന്നെ ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ്. കാറ്റക്സിൻ്റെ ഒക്കെ എടുത്ത് ഞാനും ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പിന്നെ ഈ വീഡിയോ എടുക്കുന്നുണ്ട് കൂടുതൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഞാൻ ക്യാമറ കണ്ണിലൂടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് വീഡിയോ എടുക്കാം, എല്ലാവർക്കും ഒന്ന് കാണാം എന്നുള്ള ഇതിൽ. പിന്നെ നമ്മളവിടെ എത്തിയപ്പം ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണ്. ഫുഡും കുറേ തായ് ഫുഡ്, നമ്മൾ ഇന്ത്യൻ ഫുഡ് നാനൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ കറി അത്യാവശ്യം കൊള്ളാം. പിന്നെ നല്ല വെജിറ്റബിൾ കറികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പനീർ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാനൊക്കെ കുഴപ്പമില്ലാണ്ട് കഴിക്കാനൊക്കെ പറ്റി. പക്ഷേ തായ് ഐറ്റംസ് വേണ്ടുന്നവർക്ക് ഞാൻ നേരത്തെ പോലെ കഴിക്കാം, അങ്ങനെയായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ്. കാരണം ഷോ ഞാനുണ്ടോന്ന് ന്യൂനൂങ് ഷോവും എലിഫൻറ്റ് ഷോവും, അതായത് ടൈമിനത് നടക്കും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആദ്യം കാണാൻ പോയിട്ടുണ്ടായത് ന്യൂനൂങ് ഷോ ആണ്. ന്യൂനൂങ് ഷോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള കുറേ ഇവരുടെ ഒരു പാരമ്പര്യമൊക്കെ വിളിച്ചോതുന്ന ഒരു ഷോ, ഡാൻസിലൂടെ കാണിക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ കയറുന്ന ഭാഗത്ത് അവരെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഷോ നടക്കുന്ന തിയേറ്റർ. നമ്മൾ എത്തുമ്പം തന്നെ അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഈ ഷോക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ വലിയൊരു തിയേറ്ററാണ്. അങ്ങനെ അവിടെ അതിൻ്റെ ഷോ നടക്കുകയാണ്.
അങ്ങനെ ഈ ഷോ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന എലിഫൻറ്റ് ഷോ കാണാനാണ്. അപ്പോൾ ഇതാ നമ്മളെ ആനക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ വന്നു നിരന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു ഇത് കാണാൻ. നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ നമ്മളെ ആന ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇതാ ഒരു കുട്ടി കുറുമ്പം കണ്ട് ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടാം. ഈ വിളിക്കുന്നത് വിചാരിച്ചാൽ പൈസക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടത്തിലൊരു ചേട്ടൻ പോയിട്ട് ആനയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ തിരിച്ചു പോകുന്നൊരു സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 250 തായ് ഭാഗത്തങ്ങാനായിരുന്നു. അങ്ങനെ ഇതാ ആനകളുടെ ഒരു കൂട്ടം ഇങ്ങനെ ഇറങ്ങി ഷോ അവരെ ഓരോ ഗെയിംസൊക്കെ ചെയ്യേണ്ടിയിട്ട് അവരുടെ പാപ്പാമാരൊക്കെ ഇരുത്തിയിട്ട് അവരിങ്ങനെ കുടുങ്ങി വരുന്നുണ്ടായിരുന്നു. ആ കുട്ടി എനിക്ക് ആ കുഞ്ഞിയെ കാണുമ്പോൾ കുറുകി എന്തായിട്ടുണ്ടോ അവന് ആ ഓട്ടമൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ അവർ ഓരോ ഷോ ചെയ്യേണ്ടിയിട്ട് ഇതാ നിരന്ന് വന്നു. ഓരോ സ്ഥലത്ത് അവരിരുന്നു. ഒരുപാട് എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇരുത്തൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു രസമായിരുന്നു കാണാൻ. അതിനൊത്തിട്ട് അവർ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ അനൗൺസും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഗെയിംസ് ആനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബലൂണ് വെച്ചിട്ട് അത് അമ്പെയ്ത് കൊള്ളിക്കലായിരുന്നു. അതൊക്കെ ചെയ്ത് പിന്നെ ഫുട്ബോൾ ഉണ്ടായിരുന്നു. പിന്നെ ആളുകളെ മറികടന്ന് പോവൽ. ഈ വന്നവരൊക്കെ ഗാലറിയിൽ ഈ കിടക്കുന്നവരൊക്കെ ഗാലറിയിൽ നിന്ന് നമ്മളിപ്പോൾ ടൂറിന് വന്ന വ്യക്തികളായിരുന്നു. അവരെ വിളിച്ചിട്ട് അവരാണ് പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു 2 പേരുണ്ടായിരുന്നു. ഒരു ഫീമെയിലും ഒരു മെയിലിനെയും നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു ആന ഡോക്ടേഴ്സ്. അങ്ങനെ ഒരു ഫീമെയിലിനെ പരിശോധിച്ചു. അതിനുശേഷം ഒരു മെന്നിനെ കിടത്തിയതാ മറ്റൊരു ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നതാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഗാലറിയിൽ നിന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവർ നിരന്ന് വന്നു. ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എടുക്കുന്നവർ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെയും ഒരുപാട് ഗെയിംസ് ആനയെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ആ കുറുമ്പൻ ഒരേ കളിയായിരുന്നു പൈസക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എലിഫൻ്റ് ഷോ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമ്മളെ കാത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബസ്സുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ കംപ്ലീറ്റ് കറങ്ങാൻ നടന്നിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ബാങ്കോക്കിലേക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ യാത്ര നേരെ പട്ടായയിലേക്കാണ്. ഇവിടെ നിന്നും 2.5 മണിക്കൂർ ബസ്സിലിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ ബാങ്കോക്കിലെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പട്ടായ.